UAE ഓഹരി വിപണികൾ നാളെ സജീവമാകുമെന്ന വാർത്ത വന്നു. അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച്, ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നിവയിൽ നാളെ ഇടപാടുകൾ ആരംഭിക്കും. ദുബായിൽ നിന്ന് മുഹമ്മദ് റഗീസ് ടെലിഫോണിൽ വീണ്ടും ചേരുന്നു. പറയൂ റഗീസ്. UAE സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് തീവ്രമായിട്ടുള്ള ഒരു ആക്രമണം ഈ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി തീവ്രമായ ഒരു ആക്രമണം ഉണ്ടാകുന്നില്ല. ഉണ്ടായ ആക്രമണമൊക്കെയും ചെറുക്കാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെയാണ് മറ്റൊരു ഒരു കാര്യത്തിൽ കൂടി പഴയ രീതിയിലേക്ക് UAE മാറുന്നത്. അതായത് എക്സ്ചേഞ്ചുകളൊക്കെയും കൃത്യമായി തുടങ്ങിയിരിക്കുന്നു. അത് നാളെ മുതൽ പ്രവർത്തിക്കും എന്നുള്ള വിവരമാണ് വരുന്നത്. അബുദാബി സെക്യൂരിറ്റി എക്സ്ചേഞ്ചും ഒപ്പം തന്നെ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നിവയിൽ നാളെ ഇടപാടുകൾ ആരംഭിക്കും എന്നുള്ളത് ഇപ്പോൾ UAE അപ്പോൾ അങ്ങനെ സാമ്പത്തിക മേഖലയിൽ കുറച്ചുകൂടി ആ ഒരു ഉണർവ് വീണ്ടും വരികയാണ് UAE സംബന്ധിച്ചിടത്തോളം. അത് ഏകദേശം ഇന്ന് തന്നെ അതിന്റെ ഒരു സൂചനകളൊക്കെയും വന്നിരുന്നു. കാരണം കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ ഇല്ല എന്നുള്ളത് വെച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ ഇനി മാറ്റങ്ങൾ വരാനുള്ളത് ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലും ഒപ്പം തന്നെ ചില റിമോട്ട് വർക്ക് ഏർപ്പെടുത്തിയ മേഖലയിലുമാണ്. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപക്ഷെ 2-3 ദിവസം കൂടിയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമാകും ഒരു തീരുമാനം ഉണ്ടാകുക. പ്രത്യേകിച്ച് ഈ CBSE ഒക്കെ ഇവിടെ പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നിലവിൽ ഉണ്ടായിരുന്ന പരീക്ഷകളും അസസ്മെന്റുകളൊക്കെയും UAE തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ പിന്നീട് മാത്രം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്കൂളുകളൊക്കെ ഒരു നോർമൽ രീതിയിലേക്ക് വരികയുള്ളൂ. റിമോട്ട് വർക്ക് ഒരുപക്ഷെ നാളെ അവസാനിച്ചേക്കാം. പക്ഷേ ഇത്തരത്തിൽ സാമ്പത്തിക മേഖലയിൽ കുറച്ചുകൂടി ഉണർവ് വരുന്നൊരു തീരുമാനം കൂടി ഉണ്ടായിരിക്കുകയാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.